അങ്ങനെ ദേ ഞാനും സുധപ്പനും കൂടി ഒരു ഉച്ചയായപ്പോഴേക്കും ആസ്പത്രിയിൽ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ കറിക്കൊന്നുമില്ല, പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോഴേക്കും സുനിച്ചേട്ടൻ എത്തിയിട്ടോ. അപ്പോൾ സുനിച്ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് മാർക്കറ്റിൽ പോയി എന്തെങ്കിലും മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും എന്തേ സുധപ്പൻ്റെ ഒരേ സർക്കസുകളാണ് ഈ കാണുന്നത്. സുധുവിന് തിരിഞ്ഞിരുന്ന് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുമെന്നൊക്കെയാണ് അവൻ പറയണത്. അങ്ങനെ ദേ ഞങ്ങൾ രണ്ടുപേരും കൂടി മാർക്കറ്റിൽ ചെന്നപ്പോൾ ഉണ്ടറാ വെറുതെ ആയിപ്പോയി മാർക്കറ്റിൽ പോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പച്ചക്കറി ആണെങ്കിൽ സ്ഥിരം തട്ടുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മീൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വെട്ടി ശരിയാക്കി വെച്ചാൽ 3-4 ദിവസത്തേക്ക് വേറെ കറിക്ക് മൈൻഡ് ചെയ്യണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ടാണ് വേഗം തന്നെ നമ്മുടെ ചപ്പാത്തി കടയിൽ പോയിട്ട് ചപ്പാത്തി മേടിച്ചു. നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും കറിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചപ്പാത്തിയൊക്കെ മേടിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും ചപ്പാത്തിയും പിന്നെ മൈത്രിയമ്മ നമുക്ക് മാങ്ങക്കറിയൊക്കെ തന്ന് അതൊക്കെ കൂട്ടി നമ്മൾ കഴിച്ച്. പിറ്റേ ദിവസം രാവിലെ കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കണത്. പിറ്റേ ദിവസം അപ്പോൾ സുനിച്ചേട്ടൻ മാർക്കറ്റിൽ പോയിട്ട് മീനൊക്കെ വെട്ടി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും എനിക്ക് വലിയ ഉപകാരമായി. വെട്ടി മേടിച്ചതുകൊണ്ട് തന്നെ മീനെ ഞാൻ ഇനിയും കൊല്ലൂല എന്നൊക്കെ പറഞ്ഞ് അച്ഛനും മോനും കൂടി എന്നെ കളിയാക്കണമായിരുന്നു കേട്ടോ. വേഗം തന്നെ മീൻ കുറച്ചെടുത്തിട്ട് ഞാൻ വേഗം കറിയാക്കിയിട്ടാ ബാക്കി എടുത്ത് വെച്ച്. അപ്പോൾ നമുക്ക് 2-3 ദിവസത്തേക്ക് ഇനി കറീൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കേണ്ട വരില്ല. പിന്നെ സുനിച്ചേട്ടനാണെങ്കിൽ അച്ചിങ്ങയും കായും കൂടി ഒലത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാനവിടെ ചക്കക്കുരുവും മാങ്ങയും കൂടിയൊക്കെ കറി വെക്കുന്നുണ്ട്, അത് കൊണ്ടുവരാം, അതിന് ചാറ് വെക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓക്കെ അമ്മ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് പിന്നെ വേഗം തന്നെ മീൻ വറുക്കാനുള്ളതൊക്കെ പുരട്ടി വെച്ചപ്പോഴേക്കും സുനിച്ചേട്ടനും സുധുവും കൂടി വീണ്ടും കടയിൽ പോയി. ഇപ്പം അച്ഛനും മോനും കൂടി ആയിട്ടാണ് കടയിലൊക്കെ പോയിട്ട് വരണത്. അങ്ങനെ അതേ അച്ഛനും മോനും കൂടി കടയിൽ പോയിട്ട് സോപ്പ് ഓയിൽ സംഭവങ്ങളെല്ലാം തിരുത്തിപ്പുറത്ത് തന്നെ പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടേ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, കുറച്ചധികം നാളത്തേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പ് പൊടിയൊക്കെ എനിക്ക് ഇത്ര അധികം ഉപയോഗിക്കൽ കൂടുതലായതുകൊണ്ട് മാസക്കണക്കും കൂടി തന്നിട്ടുണ്ട്. ഇത്ര മാസം കൊണ്ട് ഇത് തീർക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെയാണ്, ഇത് തീരുമ്പോൾ തന്നെ എനിക്ക് മേടിച്ച് തരും, അത് വേറെ കാര്യം. പിന്നെ മാങ്ങ ജ്യൂസ് പോലെ ഇരിക്കുന്നതാണ് പാത്രം കഴുകാനായിട്ട് മേടിച്ചേക്കണത് കേട്ടോ. ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കണ കാരണം ഷിപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ എന്തോ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാത്തിനും എന്തോ വില കൂടി എന്നൊക്കെ പറയണത്. അങ്ങനെ പിന്നെ നമ്മൾ വേഗം കുളിയും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ഉച്ചയായപ്പോഴേക്കും നമ്മൾ ചോറിനാനായിട്ട് ഇരുന്നിട്ടാ. നല്ല മീൻ വറുത്തത് മച്ചിങ്ങയും കായും കൂടി ഒലത്തും അമ്മയുടെ ചക്കക്കുരുക്കറിയും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഞങ്ങളൊരു പിടി അങ്ങോട്ട് പിടിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഫോണിൽ എന്താണ്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ.